അമേസിയൻ സൂസനി വേണ്ട 38 എപ്പിസോഡായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കോളേജൊക്കെ കഴിഞ്ഞു, എൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞു. നമുക്കിനി റെഗുലറായിട്ട് FF ഇട്ട് തുടങ്ങാം. പിന്നെ നമ്മുടെ ചൂസനി വണ്ണിന് ഏറെ കുറച്ച് എപ്പിസോഡുകൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ ചൂസനി വൺ തീരാറായിട്ടുണ്ട്. പുതിയ FFും അതിൻ്റെ ട്രെയിലറൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും പോയി എപ്പിസോഡ് കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക്, കമൻറ്റ് എന്തായാലും ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ്. രണ്ടെണ്ണം കൂടെ എന്താ കാണിക്കുന്നേ? ഇവിടെ മനുഷ്യൻ ഓരോ കാര്യങ്ങളറിഞ്ഞ് ടെൻഷൻ അടിച്ചിട്ട് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുമ്പോ ഇവിടെ നിങ്ങൾക്ക് രണ്ടുപേർക്ക് നിന്റെ പ്രശ്നം എന്താ? നീ എന്തിനാവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഇവിടെ കിടന്ന് ഉണ്ടാക്കുന്നേ? നിങ്ങൾ എന്റെ മണ്ടയ്ക്ക് കിടന്ന് കേറണ്ട. ഇവിടെ പ്രശ്നം എനിക്കില്ല, നിങ്ങളുടെ പൊന്നോര മോന. അവൻ എന്ത് ചെയ്തെന്നാ നീ പറയുന്നേ? ഇവൻ എന്ത് ചെയ്തു? എന്നാ നിങ്ങൾ കേട്ടോ. നിങ്ങളുടെ വയറ്റിൽ കിടക്കുന്ന കൊച്ചി ഇവന്റെ ആണോ? ഇവന്റെ സംശയമാണ് പോലും. നീ എന്താ തുലോക് പറയുന്നേ? പാർത്ത്, തുലോക് പറഞ്ഞ സത്യമാണോ? നിനക്ക് അങ്ങനെ വല്ല സംശയമുണ്ടോ? പാർത്ത്, ഞാൻ നിന്നോടാ ചോദിക്കുന്നേ, നീ എന്തൊന്നും മിണ്ടാത്തേ? അവൻ എന്തു പറയാനാ? അവന്റെ നിപ്പ് കാണുമ്പോ തന്നെ മനസ്സിലാക്കാൻ പാടില്ല ഞാൻ പറഞ്ഞ സത്യമാണെന്ന്. പാർത്ത്, അമ്മ കരുതുന്ന പോലെയല്ല ഞാൻ അതങ്ങനെ. അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയാ പാർത്ത്? നീ അതും കൂടെ പറ. ശ്രീലോക, നിനക്കിതിപ്പോ ആവശ്യമില്ലാത്ത കാര്യങ്ങളാ. എനിക്കിത് ആവശ്യമുള്ള കാര്യമാണ് പാർത്ത്. നിനക്കിവിടെ വേണ്ടെങ്കിൽ നീ അവളെ ഡിവോഴ്സ് ചെയ്യണമായിരുന്നു. അല്ലാതെ അവളെ വയറ്റുണ്ടാക്കി കൊടുത്തിട്ട് നിന്റെ അല്ലെന്ന് പറയുമല്ല വേണ്ടത്. അതിന് ഇതെന്റെയാന്ന് എന്താ ഉറപ്പ്? ഇത്ര നേരം എനിക്ക് അർജുന്റെ ആണോന്നായിരുന്നു ഡൗട്ട്. ഇപ്പൊ എനിക്ക് നിന്റെ ആണോന്ന ഡൗട്ട്. നീ തളച്ച് കേറണ്ടതില്ലോ. നീ അന്നോട് പറഞ്ഞതാണ് അവിടെ കേട്ടോണ്ടെന്ന്. അന്ന് അത് കേട്ടാ മതിയായിരുന്നു. അന്ന് എനിക്ക് നിന്നോടുള്ള ദേഷ്യം മൂത്തിട്ട് കണ്ണു കാണാൻ പാടില്ലായിരുന്നു. എടുത്ത് മരണത്തെ തലയെ വെച്ച് പോയി. അതിന് ഞാൻ ഇനി കണ്ടവന്റെ കൊച്ചിന്റെ തന്തയാണോ? പാർത്ത്, നീ നിർത്തിക്കോ. ഇനി നിന്റെ വായിന്ന് ഞാൻ വെള്ളത്തിൽ കേട്ടോ കൊന്നു കളയും, അത് ഉറപ്പാ. അത്രയ്ക്ക് നിനക്ക് അവളെ പറ്റി ഒരു വാക്ക് പറഞ്ഞ് കേട്ടിരിക്കാൻ പറ്റില്ലല്ലേ? നിന്റെ തന്നെയാണോ അവളെ വയറ്റി കൊടുക്കുന്നേ? ആണെങ്കിൽ ഇപ്പൊ എന്താ? നിന്റെ പോയുടെ പറ്റി വെല്ലവന്റെയും കൊച്ചുണ്ടിക്കത്ത് നിന്റെ കഴിവ് ആടാ. എന്റെ കഴിവോടാ, എന്റെ കഴിവുകൾ കൊണ്ട് ഇവളെന്റെ തലയിൽ പിരിക്കുന്നേ. നീ നിർത്തിക്കോ. എങ്ങോട്ടാ നീ പറഞ്ഞ് കീറിപ്പോന്നേ? ഞങ്ങള് മിണ്ടാതിരിക്കുന്ന നീ എന്തും വിളിച്ച് പറയാന്നായോ നിനക്ക്? അവളെ പറ്റി കിടക്കണ നിന്റെ കൊച്ചാ നിനക്ക് സംശയം കാണും, പക്ഷെ എനിക്ക് സംശയമില്ല. എന്റെ മകന്റെ കൊച്ച് തന്നെ അവളെ പറ്റി കിടക്കുന്നേ. പിന്നെ നിന്റെ ഭാഗത്ത് ഞാൻ ഇങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചില്ല പുറത്ത്. എന്ന് എന്റെ മോൻ പറഞ്ഞ് തല കെട്ടി വെച്ച് കൊഞ്ചിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ ഇന്ന് ഞാൻ നിന്നെ വെറുത്തു പോയി പുറത്ത്. എന്റെ കൺമുമ്പിൽ പോകാൻ നോക്ക്, അല്ലെങ്കിൽ ഞാൻ നിന്നെ വല്ല ചെയ്യും. മീനു, ഓടല നിക്ക്. എന്താ ദേവേട്ട ഇവിടെ നടക്കുന്നേ? നിന്നോട് ഞാൻ ഒന്നാരെ പറഞ്ഞതാ ഇതൊന്നും വേണ്ട. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ പാർത്തോട് സംസാരിക്കാം. മീനു, അവളെവിടെയാ? അവളൊക്കെയാണോ? റൂമിലുണ്ട്. ഭയങ്കര കരച്ചിലായിരുന്നു. അമ്മാവൻ വന്നിട്ടുണ്ട്, അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ചേട്ടൻ കുറച്ചു നേരം നല്ല ഓവറായിരുന്നു. ഞാൻ ഓവറായിരുന്നു?
ഞാൻ ഓവറായിരുന്നു. ഓ, അപ്പൊ അവൻ പറയുന്നതും ചെയ്യുന്ന എനിക്കൊരു പ്രശ്നമല്ലോ, ഞാൻ ചെയ്യുന്ന പറഞ്ഞൊക്കെയാണല്ലോ പ്രശ്നം. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. പാർത്തേട്ടന്റെ മനസ്സിൽ ആവശ്യമില്ലാത്ത എന്തൊക്കെയോ ഉണ്ട്. അതെന്താന്ന് ചോദിച്ച് മനസ്സിലാക്കി സംസാരിക്കുകയോ വേണ്ടത്, അല്ലാതെ പോയി അടിയും ആവശ്യമായിട്ടൊക്കെ വിളിച്ച് പറയുകയല്ല ചെയ്യേണ്ടത്. എനിക്കിങ്ങനെയൊക്കെ പറ്റുള്ളൂ. അവൻ മീനോട് ചെയ്തതും പറഞ്ഞതും വെച്ച് നോക്കുമ്പോൾ ഞാൻ അവനെ കൊല്ലണ്ടതോ, അത് ഞാൻ ചെയ്യുന്നില്ല. ത്രിലോകേട്ടാ, ചേട്ടൻ മീനുവിന്റെ കാര്യത്തിൽ കുറച്ച് ഓവറാണ്. ആടി, ഞാൻ അവളുടെ കാര്യത്തിൽ ഓവറാ. നിനക്കെന്ത് വേണം? നിനക്കെന്ത് വേണം? ത്രിലോക്, ഇച്ചു രണ്ടുപേരും താഴേക്ക് വന്ന് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ആമാ, ഞാൻ എല്ലാവരും വിളിപ്പിച്ചത് മീനു രമ്യയുടെ അടുത്ത് പോകണമെന്നാണ് പറയുന്നത്. ഞാൻ മീനുവിനെ രമ്യയുടെ അടുത്ത് കൊണ്ടാക്കാൻ പോവാ. ദേവേട്ടനെന്ത് പറയുന്നേ? മീനു രമ്യയുടെ അടുത്ത്? അതും ഈ സമയത്ത്? അതൊന്നും ശരിയാകത്തില്ല. എനിക്ക് പോകണം നിർമ്മലമ്മ. എനിക്കിനി ഇവിടെ നിൽക്കണ്ട. എനിക്ക് എൻ്റെ അമ്മയുടെ അടുത്ത് പോകണം. മീനു, നീ എന്താ പറയുന്നേ? ഈ അവസ്ഥ അങ്ങോട്ട് പോയാൽ ശരിയാകത്തില്ല. ഞാൻ വേണമെങ്കിൽ എന്നെ ഇങ്ങോട്ട് വിളിക്കാം. അതിന്റെ ആവശ്യമില്ല നിർമ്മല, മീനു പോക്കോട്ടെ. അവളിനി ഇവിടെ നിൽക്കണ്ട, അതാ നല്ലത്. ദേവേട്ടൻ എന്തായി പറഞ്ഞോണ്ടിരിക്കുന്നത്? ഞാൻ മീനുവിനെ അങ്ങോട്ട് വിടാൻ സമ്മതിക്കത്തില്ല. നിന്റെ സമ്മതത്തിന്റെ ആവശ്യം ഇവിടെ ആർക്കും ഇല്ല. നീ എല്ലാം കൂടെ ചെയ്തു കൂട്ടി വെച്ചതിന്റെ നീ പിള്ളേരെല്ലാം കൂടെ കിടന്ന് അനുഭവിക്കുന്നത്, പ്രത്യേകിച്ച് എന്റെ മീനു മോളും. ഇനി ഞാൻ പറയും, അതിവിടെ എല്ലാവരും അങ്ങ് അനുസരിച്ചാ മതി. നിർമ്മല, എനിക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാൻ ഒരു താല്പര്യമില്ല. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഞാൻ രാവിലെ മീനുവിനെ കൊണ്ട് രമ്യയുടെ അടുത്ത് കൊണ്ടാക്കും. അച്ഛൻ, ഞാൻ രാവിലെ മീനുവിനെ കൊണ്ടാക്കിയേക്കോളാം. അച്ഛൻ പോകണ്ട. അന്ന് എല്ലാവരും കയറി കിടന്നുറങ്ങുക. മീനു ചൊല്ലി പോയി കിടന്നുറങ്ങുക. രാവിലെ എനിക്ക് പോകണ്ടല്ലേ. മീനു, നീ എന്തിനാ വീട്ടിലേക്ക് പോകുന്നേ? നിന്നെ ഞങ്ങളാരും നോക്കത്തില്ലേ? ഞാൻ നോക്കത്തില്ല നിന്നെ. ഞാൻ അതുകൊണ്ടല്ലടി പോകുന്നത്. എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. എന്റെ അവസ്ഥ ഞാൻ മനസ്സിലാക്കുക. മനുഷ്യ, നിങ്ങൾ എവിടെ ഉണ്ടായിരുന്നു? ഓരോന്നൊക്കെ ചെയ്ത് കൂട്ടി വെച്ചിട്ട് ഇവിടെ വന്നിരിക്കുവാണല്ലേ? ചേട്ടൻ എന്താ പറ്റിയത്? ചേട്ടൻ എന്ത് മീനോട് വിളിച്ച് പറഞ്ഞേ? എനിക്കറിയില്ലടാ, എൻ്റെ അപ്പത്തെ ദേഷ്യത്തിൽ ഞാൻ അവിടെ എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞു. അങ്ങനൊന്നും പറയാൻ പാടില്ലായിരുന്നു. പിന്നെ ഞങ്ങളുടെ സോറി പറയുന്ന കഴുതിയപ്പോഴത്തിലോ കയറി വന്ന് ഓരോന്നൊക്കെ പറഞ്ഞ്, പിന്നെ അമ്മയെല്ലാം കൂടെ ആയപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി. ദേഷ്യം വന്നെന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെയാണ് പറയേണ്ടത്. ചേട്ടൻ അവളുടെ വരയ്ക്കണ ചേട്ടന്റെ കൊച്ചല്ലേ? അപ്പൊ അവൾക്കത് കേട്ടിട്ട് എങ്ങനെ തോന്നിക്കാണും? അല്ല, ചേട്ടൻ പറഞ്ഞു പോയ ചേട്ടൻ സംശയമുണ്ടോ അവളെ വയറ്റിൽ കിടക്കേണ്ട ചേട്ടൻ തന്നെയാണോന്ന്? എടാ, നീ എന്തോ നീ പറയുന്നേ? ഞാൻ ചോദിച്ചതിന് ക്ലിയർ ആയിട്ടൊരു മറുപടി പറ ചേട്ടൻ. എനിക്കൊരു സംശയമില്ല, അവളുടെ വയറ്റിൽ കിടക്കുന്നത് എൻ്റെ കുഞ്ഞ് തന്നെയാണ്. പിന്നെ നിങ്ങൾ എന്ത് മങ്ങത്തിലും ഉണ്ടാക്കാൻ വേണ്ടി മീനുയോടും ത്രിലോകട്ടും വിട്ടവരോടൊക്കെ ആവശ്യത്തെ വിളിച്ച് പറഞ്ഞത്? എനിക്കറിയാം നിങ്ങളുടെ പ്രശ്നം എന്താണ്. ആ ഫോട്ടോസ് വീഡിയോസ് അല്ലേ, അത് തേക്കാ നിങ്ങൾ 100 തവണ ഞാൻ പറഞ്ഞു. പക്ഷെ നിങ്ങൾ ഒട്ടും പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുക. അത് ഫേക്കാന്ന് എനിക്ക് എന്തുറപ്പാ പറയാൻ പറ്റുന്നേ? അത് ഫേക്കാന്ന് എൻ്റെ വിശ്വാസം. അത് ഞാൻ തെളിയിച്ചും തരാം താമസിക്കാതെ തന്നെ. പിന്നെ അത് പൊറിഞ്ഞു തന്നെ ആയിക്കോട്ടെ. അത് ചിലപ്പോൾ മീനും അവനും കല്യാണത്തിന് മുമ്പുള്ളതായിരിക്കും. കല്യാണ ശേഷം അവരുടെ അങ്ങനെ ഒന്നും ഉണ്ടാകത്തില്ല, അതെനിക്ക് ഉറപ്പാണ്. അവരുടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കല്യാണത്തിന് ശേഷം, ഒരിക്കലും കല്യാണത്തിന് മുമ്പ് ഒന്നും അവരുടെ ഇല്ല, അതെനിക്ക് ഉറപ്പാണ്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എനിക്ക് മീനുവിനെ അറിയാം. അവൾ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. ഫേക്കാണ്. അത് ഞാൻ താമസിക്കാതെ തന്നെ തെളിയിക്കാം. മയിലൊന്നും വേണ്ടായിരുന്നു. ചേട്ടൻ എന്തിനാവശ്യത്തെ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് കൂട്ടുന്നേ? ചേട്ടൻ ഉറപ്പല്ലേ അവളെ പറ്റിക്കുന്ന ചേട്ടൻ്റെ കുഞ്ഞാണ്? പിന്നെന്താ പ്രശ്നം? ബാക്കിയെല്ലാം നമുക്ക് വരുന്നിടത്ത് വെച്ച് നോക്കാം.
ആദ്യം തന്നെ ഞാൻ ആ വീഡിയോസും ഫോട്ടോസും അത് കേൾക്കാന്ന് തെളിയിച്ചു തരാം. അപ്പം ചേട്ടന് പതി സമാധാനം കിട്ടുമല്ലോ. ഇപ്പം വീട്ടിൽ പോ, ചെന്ന് അവളെ കണ്ട് അവളോട് സോറി പറ, അതിൻ്റെ പ്രശ്നമൊക്കെ തീർക്കാൻ നോക്ക്. പ്ലീസ് പോ. ഇന്നിനി ഞാൻ അങ്ങോട്ടില്ല, നാളെ രാവിലെ പൊക്കോളാം. മീനു, അമ്മ, ത്രിലോകെ, നെടുമല ചേച്ചി വിളിച്ച് നിങ്ങൾ രണ്ടുപേരും വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും നേരത്തെ പ്രതീക്ഷിച്ചില്ല. ആ രണ്ടുപേരും അകത്തേക്ക്. അവളെവിടെ കാണാനില്ലല്ലോ. മീനാക്ഷി, മീനാക്ഷി, ഇനി താഴ്ത്തുന്നല്ലേ കയറി വന്ന് പോയി നോക്കാം. അവളെ ഇവിടെയും കാണാനില്ലല്ലോ. ലക്ഷ്മി, എന്താ മീനാക്ഷി എന്തിയെ? അവളെ റൂമിലൊന്നും കണ്ടില്ല, എവിടെയും കണ്ടില്ല. മീനു മോൾ ഇവിടെ ഇല്ല. ഇല്ലെന്നോ? അവളെവിടെ പോകാനാ? അവള് രമ്യയുടെ അടുത്തിട്ട് പോയി. രമ്യേൻ്റെ അടുത്തോ? പാലക്കാടിനാ? ആരോട് ചോദിച്ചിട്ട്? അവൾ ചോദിക്കണ്ടല്ലോ, അവളും ചോദിച്ചിട്ട് അവിടുന്ന് പോയത്. ചോദിക്കണ്ട എല്ലാവരും? എന്നോട് അവള് ചോദിക്കണ്ടേ? എന്നോട് ചോദിക്കണ്ട പിന്നെ അവൾ ആരോട് ചോദിച്ചിട്ട് ഇവിടുന്ന് പോയേ? കിടന്ന് ഒച്ച വെക്കണ്ട പാർത്ത്. അവൾ എന്നോടും ദൈവത്തോടും ചോദിച്ചിട്ട് ഇവിടുന്ന് പോയത്. അവളെ ത്രിലോകം കൊണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ വേറെ ആരോടും ചോദിക്കേണ്ട ആവശ്യം ഉണ്ടായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുമില്ല. ഓ, അങ്ങനെയാണോ? അവളെന്തായാലും ഞങ്ങൾ പോയല്ലോ. ഇനി അവൾ അവിടെ കിടന്നാൽ മതി. ഇനി അവൾ ഇങ്ങോട്ട് കയറണ്ട. ഇനി അവൾ ഇവിടെ വന്നാലും എൻ്റെ ഭാര്യയായിട്ടോട് ജീവിക്കാൻ നമ്മൾ ഒരിക്കലും ചിന്തിക്കേണ്ട. ഹലോ സിദ്ധേട്ടാ, നിങ്ങൾ എവിടെയാ? എനിക്ക് നിങ്ങൾ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. വീട്ടിലേക്ക് വാ. എനിക്ക് അത്യാവശ്യമായിട്ട് എന്നോട് സംസാരിക്കാനുണ്ട്. നിങ്ങൾ വീട്ടിലേക്ക് വാ. മീനു, നീ ഇപ്പോ ഓക്കെ അല്ലേ? ഞാൻ ഇറങ്ങുക. രാത്രിക്കുള്ളിൽ വീട്ടിൽ എത്തണം. രാവിലെ ഓഫീസിൽ പോകാനുണ്ട്. പിന്നെ നീ നിന്റെ ഹെൽത്തൊക്കെ നോക്കണം. എന്തുണ്ടെങ്കിലും എന്നെ വിളിക്കണം, വിളിക്കാതിരിക്കല്ലോ. പിന്നെ മീനു, നിനക്ക് വീട്ടിൽ വരാൻ താല്പര്യമില്ലെങ്കിൽ നീ വീട്ടിലേക്ക് വരണ്ട. ആരെ നിർബന്ധിച്ചാലും. നിനക്ക് ഇവിടെ ലൈഫ് ലോങ് നിൽക്കാനുള്ള താല്പര്യമെങ്കിൽ നീ ഇവിടെ നിന്നോ. ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യും. ലച്ചു, ലച്ചു, എന്താണ് ഇവിടെ നടക്കുന്നത്? ഞാൻ താഴ്ത്തു വന്ന് പപ്പച്ചനോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ കേട്ടിട്ട് ഞാൻ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടത്, അവളെ നോക്കണം, കാര്യങ്ങളൊക്കെ സീരിയസ് നിങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ ഇവിടെ എന്തൊക്കെയാണ് നടന്നത്? അല്ല, ഈ പാടത്ത് എന്തൊക്കെയാണ് വിളിച്ച് പറഞ്ഞത്? അവൻ റൂമിലുണ്ടോ? എനിക്കവരോട് സംസാരിക്കണം. പാർത്തയുടെ റൂമിലുണ്ട്. പക്ഷെ ഇപ്പം സംസാരിക്കണ്ട. ഇപ്പം സംസാരിച്ചാൽ ശരിയാകത്തില്ല. പാർത്തട്ടൻ്റെ മൂഡ് ഇപ്പം തന്നെ ശരിയല്ല. ആൻ്റിയുടെ ചേട്ടനും കൂടി പോയി സംസാരിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് സംസാരിച്ചാൽ മതി. അല്ല, നീ എന്നോട് വരാൻ പറഞ്ഞത് ഈ കാര്യം പറയാനാണോ അല്ല വേറെ വല്ല കാര്യമാണോ? ഞാൻ ചേട്ടനെ വിളിപ്പിച്ചത് എനിക്കൊരു കാര്യം അറിയണമായിരുന്നു. അതും ത്രിലോകേട്ടനെ പറ്റി. ത്രിലോകേട്ടനെ പറ്റി എല്ലാം അറിയാവുന്ന ആകെ ഒരാൾ ചേട്ടൻ മാത്രമല്ലേ ഉള്ളൂ. ചേട്ടനെ ഇതിൻ്റെ ആൻസർ പറയാൻ പറ്റത്തുള്ളൂ. അവനെ പറ്റിയോ? അവനെ പറ്റി നിനക്കെന്താ അറിയണ്ടേ? ചോദിക്ക്. ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യത്തിന് എസ് ഓർ നോ. അതിനപ്പുറത്തേക്ക് എനിക്ക് വേറെ ഒന്നും കേൾക്കണ്ട. നീ ചോദിക്ക.
ത്രിലോകേട്ടന് മീനുവിനെ ഇഷ്ടമാണോ? അവളെ ആർക്കാ ഇഷ്ടമല്ലാത്തത്? അവളെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. ഞാൻ ആ ഇഷ്ടമല്ല ചോദിച്ചത്, ത്രിലോകേട്ടനോട് മീനുവിനോട് പ്രണയമാണോ എന്ന്. എടി അത് ആ അവനോട് ഇഷ്ടം. ഇത് മതി, ഇതിക്കുള്ള എനിക്കൊന്നും കേൾക്കണ്ട. എല്ലാം ശരിയായെന്ന് ഞാൻ വിചാരിച്ചത്. അയാളെ സ്നേഹിക്കാനും തുടങ്ങിയത്. എല്ലാം തീർന്നു. എല്ലാം. എനിക്ക് അവളെ വെറുക്കാൻ പറ്റുന്നില്ല. അവളെന്റെ എല്ലാം ഞാൻ തട്ടിയെടുത്തോണ്ടിരിക്കുക. എല്ലാം. ഇതിനൊന്നും ഇങ്ങനെ പെരുമാറിക്കഴിഞ്ഞാ ബാക്കി ഞാൻ പറയാൻ പോകുന്ന കാര്യത്തിന് നീ എങ്ങനെ പെരുമാറും? ഞാൻ ഇറങ്ങുമോ ആൻറ്റി? ത്രിലോക ഇത്രയും നേരത്തെ ഇറങ്ങണോ? എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോയാൽ പോരെ? എമ്മേരുടെ ഫുഡ് കഴിച്ചിട്ട് കുറേ നാളെ കഴിക്കണമെന്നുണ്ട്, പക്ഷേ കഴിക്കുന്നത് ശരിയാകത്തില്ല. ഇപ്പെങ്കിലും ഇറങ്ങിയാലാ നേരത്തെ അവിടെ ചെല്ലുള്ളൂ. നാളെ രാവിലെ ഓഫീസിൽ കയറാനുള്ളതാണ്. അല്ലെങ്കിൽ ഞാൻ എന്തായാലും കഴിച്ചിട്ട് ഇറങ്ങിയാന്. പിന്നെ ഒരു ദിവസം വരണേ. അപ്പോൾ മോന് ഇഷ്ടപ്പെട്ട എല്ലാം ഞാൻ ഉണ്ടാക്കി വെക്കാം. പിന്നെ മിന്നുവിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മോനോ അല്ലെങ്കിൽ പാർത്ത മോനോ വരുമായിരിക്കും അല്ലേ? ആ ഞാനോ അല്ലെങ്കിൽ പാർത്തോ വരും. ആ പിന്നെ മോനെ എന്നോട് നിർമ്മല ചേച്ചി പറഞ്ഞത് പെട്ടെന്ന് പ്രഗ്നൻസി ഒക്കെ ആയതുകൊണ്ട് മിനുവിന് പേടിയായതുകൊണ്ട് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞുകൊണ്ടാ മിനുവിനെ ഇങ്ങോട്ട് കൊണ്ടാക്കിയെന്ന് പറഞ്ഞു. അത് തന്നെയല്ലേ കാര്യം, വേറെ ഒന്നുമില്ലല്ലോ. അവിടെ വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ. അവിടെ എന്ത് പ്രശ്നം? അവിടെ ഒരു പ്രശ്നവുമില്ല. വേറൊരു അമ്മേനെ കാണണം, അമ്മയുടെ നിൽക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടാക്കിയെന്നേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടൊന്നും കരുതല്ലേ മോനെ. പാർട്ട്മോനെ കണ്ടില്ലല്ലോ കൊണ്ടുവാക്കാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ. അവരുടെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അവരുടെ എന്ത് പ്രശ്നം? അവരുടെ ഒരു പ്രശ്നവുമില്ല. പിന്നെ പാർത്തിന് വരാൻ പറ്റിയ സാഹചര്യമല്ലായിരുന്നു. ഓഫീസിൽ കുറച്ച് അവൻ്റെ ആവശ്യമോടെ ഉണ്ടായിരുന്നു. അവൻ്റെ തിരക്ക് കുറേ ഇങ്ങോട്ട് വരും. എന്നാൽ ശരി ആൻറ്റി, ഞാൻ ഇറങ്ങുക. ടൈം കുറേ ആയല്ലോ. പിന്നെ മിനുവിനെ നോക്കിക്കോണെന്ന് പറയേണ്ട ആവശ്യമില്ല, എനിക്കറിയാം. പക്ഷെ എന്നാലും മോൻ ധൈര്യമായിട്ട് പോക്കോ, ഞാൻ നോക്കിക്കോളാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണേ, വിളിക്കാതിരിക്കല്ലോ. ഞാൻ വിളിച്ചോളാം, ഞാൻ പോക്കോ. നീ ഇതുവരെ ഉറങ്ങിയില്ലായിരുന്നു? ഇന്നലായിട്ട് എനിക്ക് അങ്ങനെ ഒന്നും കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. അല്ല, അവളെ സേഫായിട്ട് വീട്ടിൽ കൊണ്ടാക്കിയോ? കൊണ്ടാക്കി. അല്ല, നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിന്റെ മോക്കാകെ വല്ലാതിരിക്കുന്നേ. എനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ. നിങ്ങളെ ബാധിക്കുന്ന കാര്യമൊക്കെ വേറെ പലതുമാണല്ലോ. ലച്ചു, നീ എന്തൊക്കെയോ മനസ്സിൽ വെച്ചിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ? എന്തേലും ഉണ്ടെങ്കിൽ മൂത്തോക്കി പറ. ഞാനാണോ നിങ്ങളാണോ ഓരോന്ന് മനസ്സിൽ വെച്ച് ഓരോന്ന് പറഞ്ഞ് പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നത്? ലച്ചു, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്തേലും ഉണ്ടെങ്കിൽ മൂത്തോക്കി പറയൽ. പറയാം, മൂത്തോക്കി തന്നെ പറയാം. നിങ്ങൾക്ക് മീനുവിനെ ഇഷ്ടമാണല്ലേ? ആവോ.